കോതമംഗലം നഗരസഭ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നഗരസഭ 2024-2025 വാർഷിക പദ്ധതി പ്രകാരം പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ടോമി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം താലൂക്കിൽ കോതമംഗലം നഗരസഭയാണ് കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ ചുരുക്കം നഗരസഭകളാണ്. ആകെ 105 പഞ്ചായത്തും നഗരസഭകളും കൂടി 105 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെടുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ക്ഷീരവികസനം എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ട് കൃഷിക്കാർക്ക് പരമാവധി സഹായം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ പോത്തുകുട്ടി വിതരണം നമ്മൾ നടത്തുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷനായി. സീനിയർ വെറ്റിനറി സർജൻ രാജശ്രീ KR സ്വാഗതം പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, കൗൺസിലർ എൽദോസ് പോൾ എന്നിവർ സംസാരിച്ചു. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥൻ ബൈജു PV നന്ദി പറഞ്ഞു. ഒന്നാം ഘട്ടമായി 36 പോത്തിൻകുട്ടികളെയാണ് വിതരണം ചെയ്തത്. 50% സബ്സിഡിയോടുകൂടി ജനറൽ വിഭാഗത്തിനും 75% സബ്സിഡിയോടുകൂടി SC വിഭാഗത്തിനും പോത്തിൻകുട്ടികളെ നൽകും. ആകെ 197 പോത്തിൻകുട്ടികളെയാണ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.